എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. 2025 ക്രിസ്മസ് വരവായി. ഇന്ന് രാത്രി നമ്മൾ പുൽക്കൂടുകൾ കാണാനുള്ള ഒരു യാത്രയാണ് പോകാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ എത്തിയത് ബാലരാമപുരം സെന്റ് സെബസ്റ്റ്യാനോസ് ദേവാലയത്തിലാണ്. ഇതൊരു തീർത്ഥാടന ദേവാലയമാണ്. പതിവ് പോലെ ഇപ്രാവശ്യവും ഇവിടെ ഒരു മനോഹരമായ പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. റാന്തലും തൊഴുത്തും പഴയ രീതിയിലുള്ള വീടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ കുളവും ഒക്കെ ഇതിനുള്ളിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ പോകുന്ന വഴിക്ക് ആറാട്ടുമുട്ടിലെ കാഴ്ചകൾ കണ്ട് നേരെ പത്താംകല്ലിലുള്ള ദേവാലയത്തിലെത്തി. അവിടെ മുമ്പിൽ തന്നെ ഒരു ക്രിസ്മസ് ഫാദർ സാക്സോഫോൺ വായിക്കുന്ന ഒരു രൂപമുണ്ട്. പിന്നെ ഒരു ഗുഹയും ഒരുക്കിയിട്ടുണ്ട്. നിറയെ മേഘങ്ങളും നക്ഷത്രങ്ങളുമുള്ള ഒരു മനോഹരമായ ഗുഹ. കൂടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ്. അവിടെ നിന്ന് നേരെ അമരവിള CSI ചർച്ചിലേക്കാണ് പോയത്. അവിടുത്തെ കാഴ്ചകൾ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. പള്ളിയിലെ ലൈറ്റിംഗ് കണ്ട് ആരും നോക്കി നിന്ന് പോകും. വെറും ലൈറ്റിംഗ് അല്ല, വീഡിയോ തന്നെ അതിലോടുന്നുണ്ട്. ലൈറ്റ് കൊണ്ടൊരു വീഡിയോ, പിന്നെ പൂക്കൾ, പഞ്ഞുകൊണ്ട് കൂറ്റൻ സ്നോമാൻ. ഇവിടെ കണ്ടാൽ ഒരു മഞ്ഞ് പ്രദേശത്തിൽ എത്തിയ പ്രതീതിയാണുള്ളത്. ഫുള്ള് വെള്ളമയം. ആ വീട് തന്നെ കാണാൻ എന്ത് രസമാണെന്നോ. ഇവിടെ ചുറ്റി നടന്ന കാഴ്ചകൾ കാണാം, ഫോട്ടോ എടുക്കാം. ഓ, അടിപൊളി തന്നെ. പിന്നെ പുൽക്കൂടും. അവിടെ വെള്ളച്ചാട്ടവും ഗുഹകളും അരുവികളും എല്ലാം ഉണ്ട്. ഇവിടെയുള്ള രൂപങ്ങൾക്ക് നമ്മുടെ അത്ര പൊക്കം തന്നെ ഉണ്ട്. കണ്ടാൽ ജീവനുള്ളതാണെന്ന് തോന്നിപ്പോകും. നിരവധി ആൾക്കാരാണ് ഇത് കാണാൻ ഇവിടെ എത്തുന്നത്. ഇതിന്റെ കൂടെ പാട്ട് ഡാൻസ്. പലതരത്തിലുള്ള ചെടികളുടെ പ്രദർശനവും കച്ചവടവും എല്ലാം കൊണ്ടൊരു വലിയ ഉത്സവ മാമാങ്കം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഒരിക്കലും മറക്കാതാവാത്ത വിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല. ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക്. ഇത് ധനുച്ചപുരം. ഇവിടുത്തെ ആൾക്കാർ ക്രിസ്തുമസ് ആഘോഷിച്ചു പൊളിക്കുകയാണ്. അവിടുന്ന് മുമ്പോട്ട് പോകുന്ന വഴിക്ക് മറ്റു 2 പുൽക്കൂടും കണ്ടു. അവിടെ നിന്ന് നേരെ മണിവിളയിലെത്തി. ഇവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരിടത്തേക്ക്. ഒരു ക്രിസ്മസ് ഫാദർ മുകളിൽ കയറിയിരിക്കുന്നു. ഈ പുൽക്കൂടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പുൽക്കൂട്, ഏർമാടത്തിലെ പുൽക്കൂട്. തൊട്ടടുത്ത് ക്രിസ്മസ് അപ്പൂപ്പന്മാർ നടത്തുന്ന തട്ടുകടയുടെ സ്റ്റിൽ മോഡൽ. എന്ത് രസമാണെന്നോ. അടുപ്പിലെ ചട്ടിയിൽ പലഹാരങ്ങൾ, പഴയ റേഡിയോ, മാസികകൾ, പത്രം, വാഴക്കുല, കൂടെ കണ്ണാടി വെച്ച് ചായ കുടിക്കുന്ന പാപ്പ. ചായ കുടിക്കുന്ന മറ്റു പാപ്പമാരും അടുത്തുണ്ട്. കാണേണ്ട കാഴ്ച തന്നെ. പിന്നെ നേരെ അടുത്ത സ്ഥലത്തേക്ക്.
വെള്ളച്ചാട്ടവും കുളവും മിക്ക പുൽക്കൂടുകളിലും കണ്ടു. പക്ഷെ ഓരോന്നും ഓരോ തരത്തിലുള്ളതാണ്. ദേ ഇവിടെ ഒരു പാലവും ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ രാത്രി തന്നെ കാണണം. എങ്കിലേ ഇതിന്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾക്കും ഈ കാഴ്ചകളൊക്കെ കാണണ്ടേ? ന്യൂ ഇയർ വരെ ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. പുൽക്കൂടുകളുടെ അത്ഭുത ലോകം ഇതുകൊണ്ട് ഇവിടെ തീരുന്നില്ല. രാത്രിയുടെ ബാക്കി ഭാഗങ്ങളുമായി അടുത്തത് കേൾക്കാം.